എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത് ഈ ഫോട്ടോ നമുക്ക് എങ്ങനെ ലൈറ്റ് റൂമിൽ എഡിറ്റ് ചെയ്യാമെന്നുള്ളതാണ്. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഫോട്ടോ ഞാൻ ലൈറ്റ് റൂമിലേക്ക് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഓട്ടോ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നമുക്ക് ലൈറ്റിങ്ങിൽ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ലൈറ്റിംഗ് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കളറിലേക്ക് പോവാം. സാച്ചുറേഷനും വൈബ്രൻസും ഓട്ടോയിൽ ചെറുതായിട്ടൊന്ന് അഡ്ജസ്റ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് കളർ മിക്സിലേക്ക് പോവാം. കളർ മിക്സിലേക്ക് പോയാൽ ആദ്യം നമുക്ക് ഗ്രീൻ്റെ ഹ്യൂ യെല്ലോയിലേക്ക് ആക്കാം. അതിനുശേഷം ഗ്രീൻ്റെ സാച്ചുറേഷനും കൂടെ കുറക്കാം. ഗ്രീൻ്റെ കഴിഞ്ഞാൽ നമുക്ക് യെല്ലോയിലേക്ക് പോവാം. യെല്ലോൻ്റെ ഹ്യൂ ഇതുപോലെ കുറച്ച് കുറക്കുക, പിന്നെ സാച്ചുറേഷനും കുറക്കുക. അപ്പോൾ യെല്ലോ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു. ഇനി ലീഫിൽ ഗ്രീൻ്റെ ഒരു ചെറിയ പോർഷൻ ബാക്കിയുണ്ട്. അത് കളയാനായിട്ട് നമ്മൾ ആക്വൻ്റെ ഹ്യൂ ഗ്രീനിലേക്ക് ആക്കുക, അതുപോലെ സാച്ചുറേഷൻ കുറക്കുക. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൻ്റെ കളർ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഫ്ലവറിൻ്റെയും കൂടെ കളർ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ കളർ മൊത്തം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് എഫക്റ്റിലേക്ക് പോകാം. എഫക്റ്റിൽ ഞാൻ കുറച്ച് ടെക്സ്ചർ കൂട്ടുന്നുണ്ട്. അതുപോലെ ഒരു പൊടിക്ക് ക്ലാരിറ്റിയും കൂടെ കൂട്ടുന്നുണ്ട്. അതുപോലെ ഡിഐസും ഞാനൊരു പൊടിക്ക് കൂട്ടുന്നുണ്ട്. അതിനുശേഷം വിഗ്നിറ്റി നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ എഫക്റ്റ് ഏകദേശം അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. നമുക്കിനി ഫിലിം ഗെയിൻ്റെ ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടി ലൈറ്റിലും കേർവ്സിലും ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാം. ലൈറ്റിങ്ങിൽ ഞാൻ ബ്ലാക്ക് കുറക്കുന്നുണ്ട്. അതിനുശേഷം കേർവ് എടുക്കുക. കേർവിൽ ലൂമിനൻസ് ഞാനിപ്പോൾ ഈ കാണിക്കുന്ന പോലെ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ കർവും അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് നമുക്ക് സേവ് ചെയ്യാം. സേവ് ചെയ്ത് കഴിഞ്ഞു. ഇനി വാട്ടർമാർക്ക് ഇടുന്നതും കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. വാട്ടർമാർക്ക് ഇടാൻ വേണ്ടി ഞാൻ സ്നാപ്സീഡാണ് ഉപയോഗിക്കുന്നത്. എഡിറ്റ് ചെയ്ത ഫോട്ടോ ഞാൻ സ്നാപ്സീഡിൽ ഓപ്പൺ ആക്കി. അതിനുശേഷം ഡബിൾ എക്സ്പോഷർ ടൂൾ എടുത്തിട്ട് നേരത്തെ ചെയ്തു വെച്ച വാട്ടർമാർക്ക് ഞാൻ അതിനകത്തേക്ക് ആഡ് ചെയ്തു. ആഡ് ചെയ്ത ശേഷം ബ്ലെൻഡിങ് മോഡ് ആഡ് എന്നുള്ളത് ഞാൻ സെലക്ട് ചെയ്തു. അതിനുശേഷം വാട്ടർമാർക്കിൻ്റെ പൊസിഷൻ കറക്റ്റ് ചെയ്യുക. പൊസിഷൻ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ എടുത്ത് സേവ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. Thanks for watching.